വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ ആശുപത്രിയായ മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് വേണ്ടി ജോലി സാധ്യതയുള്ള BSSന്റെ അംഗീകാരത്തോടുകൂടിയ പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നു. പ്രശസ്ത എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രേംകുമാർ വിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും പരിശീലനങ്ങൾ, ക്ലാസുകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ ഡിപ്ലോമ കോഴ്സുകളും സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ക്ലാസുകളും ഒരുക്കിയിരിക്കുന്നു. മിതമായ ഫീസ്, യൂണിഫോമിന് പ്രത്യേക ഇളവുകൾ, ബസ് കൺസെഷൻ ആനുകൂല്യം, അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പഠനത്തോടൊപ്പം ഹോസ്പിറ്റൽ ട്രെയിനിംഗ് എന്നിവ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. 2025-2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 04884296 മൊബൈൽ 9188401013. കുരങ്ങുശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങ് ശല്യത്തിന് ഇപ്പോഴും അറുതിയായില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിൻ്റെ ഓടിളക്കി താഴെയിടും. അകത്ത് കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. വീടിൻ്റെ മുകളിൽ കയറി കളിക്കലും, വീട് പൊന്തിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങൾ അടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറി പെരക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ വീട്. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലും പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവായിരുന്നു. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർപ്പാക്കിയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങ് ശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളം മേലെ കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും ഈ ഒപ്പിട്ടാത്ത തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. വീടിന്റെ ശോചനീയാവസ്ഥയിൽ മറ്റു കുടുംബാംഗങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. എന്നാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത കൃഷ്ണൻകുട്ടി ജീവൻ പണയം വെച്ചാണ് നിലം പൊത്താറായ വീട്ടിൽ അന്തിയുറങ്ങുന്നത്. You are watching VCV News.